സോ നമ്മൾ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് പോർഷനാണ് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഓഫ് മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നൊരു പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലേറ്റസ്റ്റ് ട്രെൻഡ് ഓഫ് മൊബൈൽ ബാങ്കിങ്, ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, സോ ബാങ്കിങ് സിസ്റ്റം ആൻഡ് ഫിസിക്കൽ institutions are integral corridor of a frugality. Flawless functioning of this section is important for a frugality to grow. Due to the arrival of digital technology, banking and physical services have experienced a massive shift in their mode of operations. New trends are gaining instigation at a fast pace. The guests find it accessible but also flexible at the same time. The emergency of physical technology has redounded in the preface of several technology advancements in the SDT. Fintech companies, internet banking and mobile banking are just some exemplification that mark this shift. Moment we will read about the rearmost trends that are revolutionizing the Indian banking and the physical sector. അപ്പം അതായത് ഇത്ര പറയുന്നുള്ളതിനകത്ത് ഡ്യൂ ടു ദ ഡിജിറ്റൽ ടെക്നോളജീസ് വന്നതിന് ശേഷം ഒരുപാട് വി നോ ദാറ്റ് ഒരുപാട് തരത്തിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫ്ലെക്സിബിളാണ്. നമുക്ക് 24/7 hours നമുക്ക് ഇതിൻ്റെ ഒരു സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം റൂറലുള്ള ആളുകൾക്കാണെങ്കിലും ഇത് അസസ് ചെയ്യാൻ എളുപ്പമാണ്. സോ മെയിനായിട്ടുള്ള നമുക്കിതിൻ്റെ ഒരു മെറിറ്റ് എന്താണ്, ഈ ഒരു ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കാരണം വന്നിട്ടുള്ള ഒരു മെറിറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. ഓക്കെ, ഫ്ലെക്സിബിളാണ്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് മോഡ് ഓഫ് ഓപ്പറേഷൻസ് എളുപ്പമാണ്. ഓക്കെ, സോ അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള മെയിനായിട്ടുള്ള ട്രെൻഡ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡിജിറ്റലൈസേഷൻ, മൊബൈൽ ബാങ്കിങ്, UPI. ഇതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. ഈവൻ ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് UPI എന്ന് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ, AI and fintech companies, digital only banks. These are the main trends available. ഒന്നാമത്തെയാണ് ഡിജിറ്റലൈസേഷൻ. With this rapid fire growth of the technology, digital services became a necessary part of banking operation as these institutions demanded to keep up with these changes and introduce invention that made service accessible. In India, the original phase of digitalization began in the 1918 when the information technology was used to perform introductory functions like a client service, secretary, etc. Gradually, core banking results were also opposed to ameliorate client experience. The main shift came during the 1990s was when the liberalization opened in India request to be a global world, and private and transnational banks which came into operation boosted technology changes in banking sector. The features like online banking, IMPS, immediate payment services, RTGS, real-time gross settlement, and telebanking enable guests to manage banking installations from anywhere.
ഡിജിറ്റലൈസേഷനകത്ത് മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ലാസ്റ്റ് വന്നിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, IMPS RTGS ടെലി ബാങ്കിങ് ഒക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡിജിറ്റലൈസേഷൻസിന് വരുന്നത്. പിന്നെ അതിനകത്ത് 1918 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് 1919 ലിബറലൈസേഷന് ശേഷം വന്നിട്ടുള്ള ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ്. സോ സിംപ്ലി ഡിജിറ്റലൈസേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ IMPS ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസും RTGS അതുപോലെ തന്നെ IMPS ടെലി ബാങ്കിങ്ങും ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അടുത്താണ് മൊബൈൽ ബാങ്കിങ് ഓർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. നിയർലി ഡിക്കേഡ് ബാക്ക് ഇൻഡീഡ് though digital services came into this picture, it was only done through desktop computers, which means the client must be at home or at a place with a computer and internet connection. എന്താണ് ബാങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ക്ലയൻറ്റിന് എവിടെയാണോ വേറെ അതൊരു ഇഷ്യൂ അല്ല. എന്താണ്, ഒരു ക്ലയൻറ്റിന് നമുക്ക് ഒരു കമ്പ്യൂട്ടർ വേണം എന്നുള്ളത് മാത്രമാണ്, ഇൻ്റർനെറ്റ് കണക്ഷനും. അതുണ്ടെങ്കിൽ നമുക്ക് ഈ ബാങ്കിങ് ഈസ് പോസിബിൾ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ക്ലയൻറ്റിന് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ, മൊബൈൽ ഓർ നമുക്ക് ലാപ്പ് ഓർ കമ്പ്യൂട്ടർ ഉണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ ഉറപ്പ് വരുത്തിയാൽ മതി. ഓക്കെ, എവിടെയാണ് എന്നുള്ളത് നമുക്കിവിടെ ഒരു ഇഷ്യൂ അല്ല. ബട്ട് ദ വാസ്റ്റ് penetration of smartphones created a need among the guests to manage banking services on their mobile phones, and cheap data charges also contributed towards the increased operation of mobile banking. അതായത് ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഫസ്റ്റ് കാലഘട്ടത്തിൽ നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലി പോസിബിൾ ത്രൂ ദി ലാപ്ടോപ്പ് ഓർ സിസ്റ്റം, കമ്പ്യൂട്ടർ വഴിയായിരുന്നു. പക്ഷേ ഇന്ന് എന്താണ്, എവിടെയാണോ ക്ലയൻറ്റ് ഇരിക്കുന്നത് അവർക്കൊരു ഈ ഫോണിൻ്റെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഉപയോഗത്തോട് കൂടിയിട്ട്, അതുപോലെ തന്നെ ഡാറ്റ ചീപ്പ് അവൈലബിലിറ്റി ഓഫ് ഡാറ്റയും എന്തിന് കാരണമായി, ബാങ്കിങ്ങിനൊരു കാരണമായി എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഇനി അതിന് അടുത്തതാണ് UPI എന്ന് പറയുന്നതാണ്. എന്താണ് UPI? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. UPI is a trend that surfaced in the last couple of times, and it's a revolutionizing the way we pay and admit the plutocrat. And deal can be done within seconds using the interface. Google Pay and BHIM is Government of India are the two major interfaces among the multitudinous other services that enable easy payment. Indeed, if you are out of physical cash, വിത്തൗട്ട് നമുക്ക് ഫിസിക്കൽ ക്യാഷ് ഇല്ലാതെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന UPIൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന GPayയും BHIM ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, with the help of this UPI. It is a trend that നമ്മളിപ്പോൾ കുറച്ച് കപ്പിൾ ഓഫ് ഇയർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഏതാണ്, UPI സിസ്റ്റമാണ്. ഫിസിക്കൽ ക്യാഷ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്താണ്, ദ ഹെൽപ്പ് ഓഫ് UPIൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണോ? And what is next is blockchain. What is blockchain? It's a robust technology that's still in the development phase. എന്തും ഡെവലപ്ഡ് സ്റ്റേറ്റ് ആയിട്ടില്ല, ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്
blockchain is a security is a major factor as far as digital services are concerned. Despite the specialized advances, fraud practice are still a challenges in the digital sphere. നമുക്കറിയാം എന്താ പറയുക, നമ്മൾ ഡിജിറ്റൽ കേസിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡ് എന്നുള്ളതാണ്, അല്ലേ? ഫ്രോഡിൻ്റെ ചലഞ്ച്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഫ്രോഡ് പ്രാക്ടീസസുകൾ നമുക്ക് കാണാൻ അവയിൽ ഉണ്ട്, അത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പം like the way in which operate, there is no compass for any malpractice in it. Technology work on the computer wisdom, data structure and cryptography. ഈ ഒരു ടെക്നോളജി വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ വിസ്ഡം, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ക്രിപ്റ്റോഗ്രഫിയുടെ ഹെൽപ്പോട് കൂടിയാണ് ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സോറി, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എസ് ഓഫ് കോഴ്സ് ദ ഫ്രോഡ് പ്രാക്ടീസിൻ്റെ ചലഞ്ചസ് ആണ്, അല്ലേ? അപ്പം അതിനൊരു ആൻസറായിട്ടാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, the blockchain is an answer to this all the fraud practices. ഓക്കെ ആണോ? ഇനി AI ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ടോപ്പിക്കാണ് AI എന്ന് പറഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, സോ AI സിംപ്ലി ഇതൊരു റോബോട്ടിക്സ് ആണ്, ഈ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, it is a numerous private and nationalized banks have started to make use of these chat bots. നമ്മളിപ്പം ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മൾ നോക്കിക്കേ, ഈവൻ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി, അല്ലെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയൊക്കെ ക്ലാസ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് മോസ്റ്റ്ലി നമ്മൾ ശ്രദ്ധിക്കുക, അത് നമ്മൾ ഇപ്പോൾ ഈ 24/7 hours അത് വർക്കിംഗ് ആണ്. അപ്പോൾ അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് AIൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് മെസ്സേജ് കിട്ടാറുമില്ലേ? ഇപ്പം അതിൻ്റെ കേസ് മാത്രമല്ല, വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മളിപ്പം ഇങ്ങനെ ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡൗട്ട്സ് ക്വറീസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇൻസ്റ്റൻ്റായിട്ട് മെസ്സേജ് തരുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ആൻസർ തരുന്നത് ആരാ? ഇങ്ങനെ ഹ്യൂമൻ ബീങ് ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇൻബിൽട്ടായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറേ ആൻസേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇതിൻ്റെ ഒരു ഹെൽപ്പ്, AIൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, ചാറ്റ് ബോട്ട്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമുക്ക് അതിനകത്ത് ആൻസേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് AI. It's a numerous private and nationalized bank have started to make use of this chatbots or artificial intelligence robot for the backing in the client support. This practice is still in its original stage, and but will surely evolve and make its entrance to the general public in the near future. Chatbots are one of the rising trends that are estimated to grow. ഇപ്പോൾ ഇത് ഗ്രോവിങ് സ്റ്റേജിലാണ്, നമ്മളിപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെയാണ് അതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഗ്രോവിങ് ഇപ്പോഴും അതിൽ കുറേ ഒരുപാട് പുതിയ ട്രെൻഡ്സുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് അനദർ കേസ്. നെക്സ്റ്റ് ഈസ് ഫിൻടെക് കമ്പനീസ്. ഫിൻടെക് ഓർ ദ ഫിസിക്കൽ ടെക്നോളജി ഈസ് ഇന്ത്യയുടെ is a dismembering force in the sector. Due to the changing geographies in Indian physical sector, numerous companies have surfaced to be a significant part of this ecosystem. Fintech companies is specialized in this
developing technology result that help in companies to manage the physical aspects of their business like new softwares, operations, process as well as business models. Investments made in the fintech companies have increased drastically in this one of the decade, making it a multi-billion pound acidity encyclopedia. I'm sorry, ens- encyclopedically. ഈ ഫിൻടെക് കമ്പനീസിൽ മെയിനായിട്ട് ഇവർ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഡെവലപ്പിംഗ് ടെക്നോളജി, ഓക്കെ, ഇൻ ദ ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദെയർ ബിസിനസ് ലൈക്ക് പുതിയ പുതിയ സോഫ്റ്റ്വെയർസ്, ഓപ്പറേഷൻസ്, പ്രോസസ്സിലൊക്കെയാണ് ഇവർ കൂടുതൽ ഫിൻടെക് കമ്പനീസ് കൂടുതൽ എന്ത് ചെയ്തിരിക്കുന്നത്, സ്പെഷ്യലൈസേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഫിൻടെക് കമ്പനീസ് സ്പെഷ്യലൈസ് ഡെവലപ്പിംഗ് ടെക്നോളജീസ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ടെക്നോളജീസ് ആയിട്ടുള്ള ഓപ്പറേഷൻസും അവരുടെ സോഫ്റ്റ്വെയർസും അതിലൊക്കെയാണ് ഈ ഫിൻടെക് കമ്പനീസ് കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത്. ഫിൻടെക് ആണ് ഫിസിക്കൽ ടെക്നോളജി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിൻടെക് കമ്പനീസ് ഓഫ് ഫിസിക്കൽ ടെക്നോളജീസ്. ഓക്കെ, next is digital only banks. Digital only banks are operate only through IT platform which can be penetrated using mobile phones, laptops or tablets. ഓക്കെ, നെക്സ്റ്റ് ഒരു ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഓൺലി ബാങ്ക് ഓപ്പറേറ്റ് ഓൺലി. നമുക്കറിയാം IT പ്ലാറ്റ്ഫോമിലൂടെയാണ് എന്താണ് ഈ ഡിജിറ്റൽ ഓൺലി ഡിജിറ്റൽ ഓൺലി ബാങ്കുകൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ പ്ലാറ്റ്ഫോം വിച്ച് ക്യാൻ ബി പെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ന്നിറങ്ങുക, അല്ലെങ്കിൽ അത് ആഴ്ന്നിറങ്ങുക എന്നുള്ളതാണ് പെൻട്രേറ്റ് യൂസിങ്. ഇപ്പം അത് എന്താണ്, നമുക്ക് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് ലാപ്ടോപ്പും ടാബൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസസുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഡിജിറ്റൽ ഓൺലി ബാങ്ക് ഓപ്പറേറ്റ് ഇൻ എ പേപ്പർലെസ് ആൻഡ് എ ബ്രാഞ്ചിലെസ് model and a feel to catch the traditional system of banking in the future. നമുക്കറിയാം ഇപ്പം ഒരു പ്രസൻ്റ്ലി നമ്മൾ കൂടുതലായിട്ട് കാണുന്നൊരു ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടായിരിക്കും, ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും, അതിൻ്റെ അടിയിൽ കുറേ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ ഡിജിറ്റൽ ഓൺലി ബാങ്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇന്ന് കാണുന്ന ഈ ബാങ്കും ഒരു ഹെഡ് ഓഫീസും അതിൻ്റെ ബ്രാഞ്ചും അതൊന്നുമില്ലാതെ എന്താണ് ഈ ബ്രാഞ്ചിലെസ് ആയിട്ടുള്ള ബാങ്കുകളാണ്. പേപ്പർലെസ് ബാങ്ക്, നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയും, പേയിൻ സ്ലിപ്പ് ഉണ്ടായിരിക്കും, ഡെപ്പോസിറ്റിനുള്ള സ്ലിപ്പ്, പേ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ വിഡ്രോവൽ സ്ലിപ്പ്, അങ്ങനെ കുറേ സ്ലിപ്പുകളും ഇത് യൂസിങ് പേപ്പേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ കാണാനായിട്ട്. സോ നമ്മളിവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ഓൺലി ബാങ്കിൽ പേപ്പർലെസ് ബാങ്കും ബ്രാഞ്ചിലെസ് ബാങ്കുകളുമായി മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾ മെയിൻ പോയിന്റുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ? ദിസ് ബാങ്ക് ഗീവ് ഹൈ സ്പീഡ് ബാങ്കിങ് ഇൻസ്റ്റലേഷൻ, ദ ലോ സെയിൽ ചാർജ്. എന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, രാവിലെ ഇപ്പോൾ ബാങ്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു ഡേ പോകുന്ന കാര്യമാണ്. രാവിലെ നിങ്ങൾ റെഡിയായി ബാങ്ക് പോയി അവിടെ ക്യൂ നിന്ന് പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു എന്താണ് ടൈം കൺസ്യൂമിങ് ആണ്. നേരെ മറിച്ച് നിങ്ങൾ ഡിജിറ്റൽ ഓൺലി ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഹൈ സ്പീഡാണ്. അവിടെ നമുക്ക് എന്താണ് സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ബാങ്കിൽ പോവുകയാണ്, ലഞ്ച് ബ്രേക്കാണ്, നമ്മളൊരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരു ടൈം വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് ബാങ്കിങ് ഇൻസ്റ്റലേഷൻ അറ്റ് ലോ സെയിൽ ചാർജ്. അവിടെ നമുക്ക് ചാർജും കമ്മിയാണ്, ഹൈ സ്പീഡിൽ നമ്മുടെ ഓപ്പറേഷൻസ് നടക്കുന്നത്. ദിസ് വിർച്വൽ ബാങ്ക് ആർ ഇൻ ഐഡിയൽ ചോയ്സ് ഫോർ ദ കറൻറ്റ് ഫാസ്റ്റ് പേസ്ഡ് വേൾഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ചൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു വിർച്വൽ ബാങ്കിങ് സിസ്റ്റമാണ്. അല്ലാണ്ട് ഇങ്ങനെ ബ്രാഞ്ച് പോയിട്ട് ക്യൂ നിൽക്കുക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല.
All these recent trends will reshape the banking and finance acidity by bringing revolutionary changing in this traditional model. This shift into a devoted of challenges, but these costs are relatively open to inventions. Government is also showing the great support for these trends. സോ ഗവൺമെൻറ്റും അടക്കം അത് മാത്രമല്ല നമ്മൾ ഇങ്ങനെ എന്താ ഡിജിറ്റൽ അല്ലെങ്കിൽ പേപ്പർലെസ് ബാങ്ക്ലെസ് ബാങ്കിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഒരുപാട് പേരെ അപ്പോയിൻ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അവിടെ ഹ്യൂമൻ ബീങ്സിനെയും വളരെ കമ്മിയാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റിന് ഹെൽപ്ഫുള്ളല്ലേ. ഗവൺമെൻറ് കുറച്ച് ആൾക്കാരെ എന്താ നിയമിക്കുകയും കുറച്ച് പേർക്ക് ശമ്പളം കൊടുത്താൽ പോരെ. അപ്പോൾ ഗവൺമെൻറ്റും ഇത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് at this latest trends of mobile banking or m-banking. First one is digitalization, mobile banking, UPI, blockchain, AI, fintech companies, digital only banks. These are the main trends. Next topic ആണ് relationship between the banker and a customer. What is the relation between banker and a customer? നെക്സ്റ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. അതായത് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, the relation between banker and a client deposit on the type of sale. In this banker and client relation, both parties have some scores and rights. This relation between the banker and the client is only that of debtor and creditor. Still, they also partake of other connections. Banker. The term banking may be defined as a accepting of deposit of plutocrat from the public for the advancing or investing investments of the plutocrat that repayable on the demand or else and with a draw by check, draft or order. എന്താണ് ബാങ്ക്? ബാങ്കർ ഈസ് എ പേഴ്സൺ ഹു ആക്സെപ്റ്റ് ദ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽസ് അല്ലേ. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, വിഡ്രോവൽസ് അതുപോലെ തന്നെ എന്തെങ്കിലും വിഡ്രോ ബൈ എ ചെക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഒരു ഓർഡർ വഴി വിഡ്രോ ചെയ്യുന്നു. അതൊക്കെയാണ് ബാങ്കർ ചെയ്യുന്ന മെയിനായിട്ടുള്ള പണി. What are the features of a bank? The description of the banking describe the following features of banking. A banking company must perform both essential functions, accepting of deposits. ഫസ്റ്റ് വൺ ഈസ് എന്താണ്, ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ലെൻഡിങ് ഓർ ഇൻവെസ്റ്റിംഗ് ദ സെയിം എക്സ്പ്രഷൻസ് ഡെപ്പോസിറ്റ് ഓഫ് plutocrat from the public is significant, and the banker accept a deposit of plutocrat as not only of anything differently. The word public implies that a banker accepts a deposit from anyone who's offered his or her plutocrat of such a purpose. And finally, third is description also inferred the time and is made a withdraw the deposit, and the deposit plutocrat should be a repayable to the depositor on the demand made by the letter or according to the agreement between the two parties. ഒന്ന് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു, ലെൻഡിങ് മണീസ് ആൻഡ് മെയിൻലി ബിറ്റ്വീൻ ടു പാർട്ടീസ് വിഡ്രോ എ ഡെപ്പോസിറ്റ്സ്. Next is client, a person who has a bank account in his name and the banker undertake to give this installation as a banker is considered as client. Who is known as the client? The person who have a ബാങ്ക് അക്കൗണ്ട് ഇൻ ദ ബാങ്ക്. ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ള പേഴ്സണിനെയാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയുക. അദ്ദേഹം എൻ്റെ ക്ലയൻ്റാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ആ പേഴ്സണിന് നമ്മുടെ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ ക്ലയൻ്റായിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എ ക്ലയൻറ്റ് എൻഷുറിങ് ദ കണ്ടീഷൻ മസ്റ്റ് ബി ഫുൾഫിൽ. ദ ബാങ്ക് അക്കൗണ്ട് മേ ബി എ സേവിങ്, current or fixed deposit must have operated in his name by making a necessary deposit of plutocrat. ഒരു വ്യക്തിക്ക് ഏതാണോ ആ പേഴ്സണ് ആ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ എന്തുണ്ടായിരിക്കണം,
സേവിങ് അക്കൗണ്ടോ കറൻറ്റ് അക്കൗണ്ടോ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സണിനെ നമുക്ക് എന്തെന്ന് പറയാം? അവിടുത്തെ ക്ലൈൻറ്റ് എന്ന് പറയാം. ഹാഗ്ലിംഗ് ബിറ്റ്വീൻ ദിസ് ബാങ്കർ ആൻഡ് ക്ലൈൻറ്റ് മസ്റ്റ് ബി എ നാച്ചർ ഓഫ് ബാങ്കിങ് ബിസിനസ് ആൻഡ് ദി ജനറൽ റിലേഷൻ ബിറ്റ്വീൻ ദ ബാങ്കർ ആൻഡ് ക്ലൈൻറ്റ്. അതായത് ഇതിനകത്ത് ക്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൈൻ്റ് എന്ന് പറയുമ്പോൾ സേവിങ് കറൻറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ഫൈനലി ദാറ്റ് ഈസ് ജനറൽ റിലേഷൻ ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് ക്ലൈൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് ക്ലൈൻറ്റ് എന്താണ്? റിലേഷൻ ആസ് എ ബാങ്കറും ക്ലൈൻറ്റും തമ്മിലുള്ള റിലേഷൻ മെയിനായിട്ട് റിലേഷൻ ആസ് എ ഡെപ്പോസിറ്റർ ആൻഡ് ക്രെഡിറ്റ്, banker as a trustee, banker as an agent, other special connection with the client sector of a bank. Relation as debtor and creditor. On the opening of an account, the banker assumes the position of a debtor. A depositor remains a creditor of his bank so long as his account carry a credit balance. Relation with the client is reserved as soon as a client account is overblown. Banker become a creditor of the client who has taken a loan from banker and continues in that capacity till the loan is rapid. Banker as a trustee. Ordinarily, a banker is a debtor of his client in his report of deposit made by the latter, but in certain circumstances as a trustee also. Trustee hold a plutocrat or asset and perform certain functions to profit some other person called the device. For registration, still the latter act as a trustee of his client if the client deposits securities or other values with the banker for the safeguardship. Banker as an agent. Banker act as an agent of his client and perform a number of agency functions for the convenience of his client. For registration, he buys or sell the security on behalf of his client, collect check or checks and pay കളർഫുൾ ക്ലയൻസ് പ്രസൻസ്. അതായത് ഒരു ബാങ്കർ അദ്ദേഹം എപ്പോഴും ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് ബാങ്ക് ആക്ട് ആസ് എൻ ഏജൻറ്റ് ബിക്കോസ് അദ്ദേഹം ചിലപ്പോൾ ക്ലയൻറ്റിന് പകരം അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല്, റെൻ്റ് അടയ്ക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എന്താ പറയുക, അതുപോലെ ഇൻട്രസ്റ്റ് എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ ബാങ്കിന് വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഓക്കെ ആണോ? അപ്പം അതുകൊണ്ടാണ് അവർ ബാങ്കർ ഈസ് ആക്ട് ആസ് എൻ ഏജൻറ്റ് എന്ന് പറയാറ്. ഓക്കെ. ഇനി അടുത്തത് സ്പെഷ്യൽ റിലേഷൻ വിത്ത് ക്ലൈൻറ്റ് ഓർ ഓബ്ലിഗേഷൻ ഓഫ് എ ബാങ്കർ. പ്രൈമറി റിലേഷൻ ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് ഹിസ് ക്ലൈൻറ്റ്, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ ഓർ വൈസ് വേഴ്സ. Special feature of the relation is not above is put the following fresh scores on the banker. Obligation to recognize the checks or checks. The deposit asset by the banker in his arrears repayable on demand or else. Thus, banker is under a statutory obligation to recognize his client's check or check in his usual course. According to Section 31 of Negotiable Instrument Act 1881, the banker is bound to recognize his client's check handed by the following conditions are fulfilled. Vacuity of the sufficient finances of the client, the correctness of the check or check pay, proper donation of the check, reasonable time for collection, proper delineation of the check.
obligation to maintain the secretiveness of this client accounts. The banker is obliged to take the utmost care in keeping secretiveness about his client's account. By keeping the secretiveness is this that account books of the banks will not be thrown open to the public or government offices is the following recent situation, and that disclosure of the information needed by law, disclose the permitted by the bank's practice and stipend. The practice and stipend is customary among the bankers, permit the exposure of certain information with the express or unexpressed concurrent of the client, banker reference duty of the public to expose. Description of a client. A client is a person or a company who has account in his bank account. Okay, and his conditioning anticipated the client should be valid and legal. The term is not defined under any law. Qualification of a client under guidelines of RBI. A person or reality that maintain an account and has a business relation with the bank. Any person or reality connected with the physical sale can pose significant character on other pitfalls of the bank, say line transfer or issue of high value demand draft as a single scale, on of whose behalf the account is maintained. Here is of the deals conducted by the professional interposers similar as stockbrokers, chartered accounts and solicitors, etc. permitted under by law. Scores of a client.